കോൺഗ്രസ് പാർട്ടി ചരിത്രപരമായ ചില നീക്കങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ്. അതിന്റെ ഭാഗമായി ആദ്യം തന്നെ പാർട്ടി ജില്ലാ പ്രസിഡന്റുമാരുടെ അഥവാ DCC അധ്യക്ഷന്മാരുടെ ദേശീയ സമ്മേളനം നടത്താൻ കോൺഗ്രസ് തീരുമാനിച്ചു കഴിഞ്ഞു. 16 വർഷങ്ങൾക്ക് ശേഷം, അതായത് 2009 ശേഷം ആദ്യമായാണ് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റുമാരുടെ ഒരു സമ്മേളനം രാജ്യത്ത് നടത്തുന്നത്. പാർട്ടിയിൽ ഘടനാപരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് ഈ സമ്മേളനം നടത്തുന്നത്. സംഘടനയുടെ പ്രവർത്തനം താഴെത്തട്ടിൽ കൂടുതൽ സജീവമാക്കാനുള്ള ഒരുക്കത്തിലാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇത്തരം പരിപാടികൾക്ക് നീക്കം നടത്തുന്നത്. 2009 അങ്ങനെയൊരു മുന്നേറ്റം നടത്തിയപ്പോഴാണ് രണ്ടാമതും മൻമോഹൻ സിംഗ് സർക്കാർ അധികാരത്തിൽ വന്നത് എന്ന് നമ്മൾ കണ്ടു. പാർട്ടി പ്രവർത്തനത്തിന്റെ കേന്ദ്രമായി ജില്ലാ കമ്മിറ്റികളെ മാറ്റാനാണ് ആലോചിക്കുന്നതും അത് തന്നെയാണ് ഇനി നടപ്പിൽ വരുത്താൻ പോകുന്നതും. കോൺഗ്രസിനുള്ളിൽ പാർട്ടിയിൽ തീരുമാനമെടുക്കുന്നതിനുള്ള ഘടന കൂടുതൽ വികേന്ദ്രീകൃതമാക്കുന്നതിന്റെ ആദ്യഘട്ടമായാണ് DCC പ്രസിഡന്റുമാരുടെ സമ്മേളനം വച്ചിരിക്കുന്നത്. അതിൽ ചില സൂചനകൾ പുതുതായി പുറത്തു വന്നിരിക്കുകയാണ്. അതായത് ഈ വരുന്ന ഏപ്രിൽ 8, 9 തീയതികളിൽ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടക്കുന്ന AICC സമ്മേളനത്തിന് മുൻപ് തന്നെ DCC പ്രസിഡന്റുമാരുടെ സമ്മേളനം നടത്താനായിരുന്നു നേരത്തെ ആലോചിച്ചിരുന്നത്. എന്നാൽ പല ജില്ലകളിലും ഇപ്പോഴും പുതിയ പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് തീയതി തീരുമാനിക്കാതെ തീരുമാനം മാത്രം ഉറപ്പിച്ചിരിക്കുന്നത്. ചില DCC പ്രസിഡന്റുമാർ മാറുക തന്നെ വേണമെന്നും അങ്ങനെയുള്ള ചിലരെ വെച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് ഉള്ളതെന്നും അവരെ വിളിച്ചുകൂട്ടി ഒരു അഖിലേന്ത്യാ സമ്മേളനം എന്ന പ്രഹസനം നടത്തേണ്ടുന്ന ആവശ്യകതയില്ല എന്നുള്ള തീരുമാനത്തിലാണ് AICC എത്തിയിരിക്കുന്നത്. കഴിവില്ലാത്തവർ മാറിയിട്ട് മതി ഒരു സമ്മേളനം എന്ന ഉറച്ച നിലപാടിൽ ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് സമ്മേളനം നീട്ടിവെക്കാനുള്ളൊരു നീക്കം നടക്കുന്നത്. അതായത് കേരളം, കർണാടക, ഹരിയാന ഈ സംസ്ഥാനങ്ങളിലാണ് പുതിയ DCC പ്രസിഡന്റുമാരെ നിയമിച്ചുകൊണ്ടിരിക്കുന്നത്, നിയമിക്കാൻ പോകുന്നതും. ഹരിയാനയിൽ ഒരു 10 പതിറ്റാണ്ടിലധികമായി ബ്ലോക്ക് ജില്ലാ കമ്മിറ്റികൾ നിർജീവമാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഉണ്ടായിട്ടും ഹരിയാന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റുപോയതിന്റെ ഒരു കാരണം. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇനി തെരഞ്ഞെടുപ്പുകളുടെ തിരക്കിൽ വരാൻ പോകുന്ന കേരളത്തിലും മാറ്റം വരുത്താൻ പോകുന്നത്. കഴിവില്ലാത്ത DCC പ്രസിഡന്റുമാർ മാറണം എന്നുള്ള നിർബന്ധം AICCയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡിനെ അറിയിച്ചു കഴിഞ്ഞു. അതിൽ തീരുമാനമെടുത്തില്ല എങ്കിൽ കോൺഗ്രസ് സംസ്ഥാനത്ത് തോൽക്കുമെന്ന വ്യക്തമായ മുന്നറിയിപ്പ് അവർ നൽകിക്കഴിഞ്ഞു. അതിൽ എറണാകുളത്തെ മുഹമ്മദ് ഷിയാസ്, മലപ്പുറത്തെ VS ജോയ്, കോഴിക്കോട്ടെ അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ, കണ്ണൂരിലെ മാർട്ടിൻ ജോർജ് എന്നിവരൊഴികെ മറ്റുള്ളവരെല്ലാം കഴിവില്ലാത്തവരുടെ പട്ടികയിൽപ്പെടുന്ന DCC അധ്യക്ഷന്മാർ തന്നെയാണ്. അതിൽ കാസർഗോട്ടെ PK ഫൈസൽ, തിരുവനന്തപുരത്തെ പാലോട് രവി, കൊല്ലത്തെ രാജേന്ദ്ര പ്രസാദ്, പത്തനംതിട്ടയിലെ കൊച്ചുപറമ്പൻ തുടങ്ങിയവരെ ഇന്ന് തന്നെ പുറത്താക്കിയാൽ അത്രയും നല്ലത് എന്നും ആ ജില്ലയിലെ പാർട്ടി രക്ഷപ്പെടുമെന്നും റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു. അതുപ്രകാരമുള്ള തീരുമാനം എടുത്തതിന് ശേഷം മാത്രമേ അധ്യക്ഷന്മാരുടെ അഖിലേന്ത്യാ സമ്മേളനം ഉണ്ടാകുകയുള്ളൂ. മാത്രമല്ല, രാജ്യത്തെ ഒട്ടുമിക്ക സംസ്ഥാനത്തും DCC അധ്യക്ഷന്മാർ കഴിവുള്ളവരായിരിക്കുമ്പോൾ 2 or 3 സംസ്ഥാനങ്ങൾക്ക് വേണ്ടി കൂടുതൽ കാത്തിരിക്കാൻ കഴിയില്ല എന്നൊരു നിർദ്ദേശവും ഹൈക്കമാൻഡ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ DCC അധ്യക്ഷന്മാരെ മാറ്റുന്ന പ്രക്രിയ വേഗം തന്നെ നടക്കാൻ പോവുകയാണ്. 2009 നടത്തിയ DCC പ്രസിഡന്റുമാരുടെ സമ്മേളനം വലിയ വിജയമായിരുന്നു. താഴെത്തട്ടിൽ പ്രവർത്തനം സജീവമായതാണ് അന്ന് UPA സർക്കാരിനെ വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തിക്കാൻ സഹായിച്ചത്. കഴിഞ്ഞ ഡിസംബറിൽ ചേർന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ ജില്ലാ ഘടകങ്ങളെ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത പ്രതിനിധികൾ വ്യക്തമായി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. പാർട്ടിയുടെ ഘടനയിൽ നിർണായക മാറ്റങ്ങൾ വരുത്തി താഴെത്തട്ടിൽ കൂടുതൽ സജീവമാകാനാണ് പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം. ഡൽഹി കേന്ദ്രീകരിച്ച് തീരുമാനം എടുക്കുന്നതിന് നിലവിൽ RSS BJP പ്രവർത്തന രീതിയെ നേരിടുന്നത് അത്ര പര്യാപ്തമല്ല എന്ന് നേതൃത്വം വിലയിരുത്തി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അതതു ജില്ലകളിൽ ആവശ്യമായ രീതിയിൽ മേൽക്കമ്മിറ്റിയെ അറിയിച്ച് നിർണായക തീരുമാനമെടുക്കുന്നതിന് കഴിവുള്ളവരായിരിക്കണം DCC അധ്യക്ഷന്മാർ എന്ന നിർബന്ധം കോൺഗ്രസ് ഹൈക്കമാൻഡിന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിവില്ലാത്ത DCC അധ്യക്ഷന്മാരെ പെട്ടെന്ന് മാറ്റുകയും DCC അധ്യക്ഷന്മാരുടെ അഖിലേന്ത്യാ സമ്മേളനം നടത്തുകയും ചെയ്യും എന്നുള്ളതാണ്
AICC നൽകുന്ന സൂചന.